ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങും വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങും എന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കവർ ചെയ്യാൻ നോക്കുന്നത്. അതിനു മുമ്പ് ഇതെങ്ങനെയാണ് അതിന് മുമ്പ് ഫങ്ഷണൽ ടെസ്റ്റിംഗ് വേഴ്സസ് സ്ട്രക്ചറൽ ടെസ്റ്റിംഗ്, ഈ രണ്ട് സാധനങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുമ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പോയതാണ്. അത് ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ് ഫങ്ഷനിലാണോ വരിക, അതുപോലെ വൈറ്റ് ബോക്സ് ഫങ്ഷനിലാണോ അതോ സ്ട്രക്ചറിലാണോ വരിക എന്നുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ട് എന്താണ് ബ്ലാക്ക് ബോക്സ് എന്നും എന്താണ് വൈറ്റ് ബോക്സ് എന്നതിലേക്ക് നമുക്ക് പോവാം. അതിന് നമ്മൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ അത് കൂടുതലും ഫങ്ഷണൽ ടെസ്റ്റിങ്ങിൻ്റെ അണ്ടറിലാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആ സിസ്റ്റം സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെ പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസിനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അതിനൊരു ഫങ്ഷൻസ് ഉണ്ടാവും, അതിനൊരു ഉദ്ദേശങ്ങളുണ്ടാവും. ആ ഒരു ഫങ്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് കേസുകൾ ഡിസൈൻ ചെയ്യും. ടെസ്റ്റ് കേസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഏതൊക്കെ ഇൻപുട്ടിലാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതിന് അതിനെ സൂചിപ്പിക്കുന്നതാണ് ടെസ്റ്റ് കേസസ്. ആ ടെസ്റ്റ് കേസസ് നമ്മൾ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷൻസിനെ അടിസ്ഥാനമാക്കിയിട്ട് ആ ഫങ്ഷൻസ് ആ പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ചെയ്യുന്ന ജോലിനെ അടിസ്ഥാനമാക്കി നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡിസൈൻ ചെയ്യുന്നതാണ് ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ ഗണത്തിന് വരുന്നതാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. മനസ്സിലായോ? അതായത് ആ സോഫ്റ്റ്വെയറിൻ്റെ പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചറോ അതിൻ്റെ ബാക്കി ഇൻറ്റേർണൽ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിവുണ്ടായിരിക്കില്ല. അതിൽ വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ റീസൺ കൊണ്ട് തന്നെ നമ്മൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങും ഈ ഒരു ഫങ്ഷണൽ ടെസ്റ്റിങ്ങിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നതും ഈസ് നോൺ ആസ് ഫങ്ഷണൽ ടെസ്റ്റിംഗ്. ഫങ്ഷണൽ ടെസ്റ്റിങ്ങിന് തന്നെയാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് അപ്രോച്ച്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ആ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കും, അതിനുള്ള നോളജ് ഉണ്ടായിരിക്കും, അതിനെക്കുറിച്ചൊരു നോളജ് നമുക്കുണ്ടായിരിക്കും. ആ നോളജിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് എന്തൊക്കെയുണ്ട്, അതൊക്കെ വാല്യൂസ് എവിടെയും ഇവിടെ ഡാറ്റ ടൈപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, ഒരു ഏകദേശ ധാരണ നമുക്കുണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ ടെസ്റ്റ് കേസുകൾ ഡിസൈൻ ചെയ്യും, ഏതൊക്കെ ഇൻപുട്ടാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് ആ ഇൻറ്റേർണൽ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇങ്ങനെ ഇൻറ്റേർണൽ സ്ട്രക്ചറിൻ്റെ ഐഡിയ ഉള്ളതിനനുസരിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് കേസുകൾ ഡിസൈൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിന് സ്ട്രക്ചറൽ ടെസ്റ്റിങ്ങും പറയാം. ഓക്കെ, ഇനി ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് നോക്കാം. ടെസ്റ്റിംഗ് ഇൻ ദ ലാർജ് വേഴ്സസ് ടെസ്റ്റിംഗ് ഇൻ ദ സ്മാൾ. വലിയ രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നത് ചെറിയ രീതിയിൽ ടെസ്റ്റിംഗ് എന്താ നോക്കാം. ബ്ലാക്ക് ബോക്സിനകത്ത് വരുന്നതിന് മുമ്പ് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് സാധാരണ രീതിയിൽ ടെസ്റ്റ് ചെയ്യുക, എങ്ങനെ നോർമലി ടെസ്റ്റ് ചെയ്യുക, അതിൻ്റെ ഇൻഡിവിജ്വൽ കമ്പണൻസ് നിങ്ങൾക്കറിയാം, മൊഡ്യൂൾസ് വൈസാണ് നമ്മൾ വലിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് മൊഡ്യൂളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഫൈനലായിട്ട് ഉണ്ടാക്കുന്നത്. നമുക്കൊരു ധാരണ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂൾസിനെ അല്ലെങ്കിൽ ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബ്ലോക്സിനെ, ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ നമ്മൾ സെപ്പറേറ്റ് ആദ്യം ടെസ്റ്റ് ചെയ്യും. മനസ്സിലായോ? യൂണിറ്റ് ലെവലിൽ ടെസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഇതിന് പറയും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റെഫർ ടു ആസ് ടെസ്റ്റിംഗ് ഇൻ ദ സ്മാൾ. ചെറിയ രീതിയിൽ ആയിരുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അതിനെയാണ് ഈ ടെസ്റ്റിംഗ് ഇൻ ദ സ്മാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ യൂണിറ്റ്സിനെ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ കമ്പോണൻസിനെ ഇൻഡിവിജ്വലായിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ഓരോ കമ്പോണൻസിനെയും ഇൻ്റഗ്രേറ്റ് പറഞ്ഞാൽ കൂട്ടിച്ചേർച്ചിട്ട് നമ്മൾ അറ്റ് ദ ലെവൽ ഓഫ് ഈച്ച് ലെവൽ ഓഫ് ഇൻ്റഗ്രേഷൻ, ഓരോ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 10 കമ്പോണൻസ് വിചാരിച്ചോ, ആദ്യം ഒരു 3 കമ്പോണൻസിനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ബാക്കി ഇൻ്റഗ്രേറ്റ്. ആ 3 കമ്പോണൻസ് ഇൻ്റഗ്രേറ്റ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു ലെവലുണ്ടാവും. ആ ലെവലിൽ ഇപ്പോൾ ഒരു 3 കമ്പോണൻസിനെ നമ്മൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പിന്നെ ടെസ്റ്റ് ഉണ്ട്. ഓർക്കണം, യൂണിറ്റ് ടെസ്റ്റ് ചെയ്തു, പിന്നെ ഫൈനൽ ടെസ്റ്റ് അല്ല, ഈ ഇൻ്റഗ്രേഷൻ്റെ സമയത്തൊരു ടെസ്റ്റിംഗ് ഉണ്ട്. അതിനാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്നാണ്. അപ്പോൾ നമ്മൾ 10 യൂണിറ്റുകൾ അല്ലെങ്കിൽ 10 കമ്പോണൻസ് 10 മൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ ഈ മൊഡ്യൂൾസിനെ ഒറ്റയടിക്കാണ് 10 കൂടി ചേർക്കില്ല ചെയ്യുക. ആദ്യം അതിനൊരു ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ അതിൻ്റെ യോജിക്കുന്ന തരത്തിൽ ആദ്യത്തെ 3 നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് അതിനെ ക്ലബ് ചെയ്തു അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ആ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു 3 ഉൾപ്പെടുന്ന ആ ഒരു വലിയ ലാർജസ്റ്റ് മൊഡ്യൂൾ ഉണ്ടല്ലോ, ആ മൊഡ്യൂളിനെ നമ്മൾ സെപ്പറേറ്റ് വേറെ ടെസ്റ്റ് ചെയ്യുക. അതിനാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഫൈനലി എന്ത് ചെയ്യും, ഫുൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇപ്പോൾ ടോട്ടൽ ഒരു വലിയ സോഫ്റ്റ്വെയർ മൊത്തം 10 മൊഡ്യൂൾസ് ആണെങ്കിൽ മൊത്തം 10നെ നമ്മൾ ക്ലബ് ചെയ്തൊരു ഫുൾ പ്രിപ്പയർഡ് സോഫ്റ്റ്വെയർ മൊഡ്യൂളായി ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി. ഈ ഫൈനൽ സാധനത്തിന് നമ്മൾ പിന്നെയും ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് ചെയ്യാൻ അതാണ് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം, അതിനാണ് സിസ്റ്റം ടെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. ഇൻ്റഗ്രേഷൻ ആൻഡ് സിസ്റ്റം ടെസ്റ്റിംഗ് ആർ നോൺ ആസ് ടെസ്റ്റിംഗ് ഇൻ ദ ലാർജ്. ഈ ഇൻ്റഗ്രേഷൻ ലെവലിലും ടെസ്റ്റ് ചെയ്യുന്നതും കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യുന്നതും
പ്ലസ് മൊത്തം കൂട്ടിച്ചേർത്തിട്ട് ഫൈനലായിട്ടുള്ള അതിനെ ടെസ്റ്റ് ചെയ്യണതിനും അതിനാണ് സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. ആ രണ്ടിനെയും കൂടി ഒന്നിച്ച് വരുന്നതാണ് ടെസ്റ്റിംഗ് ഇൻ ദ ലാർജ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ടെസ്റ്റിംഗ് ഇൻ ദ സ്മോൾ എന്ന് പറഞ്ഞു, അതായത് പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ സിംഗിൾ യൂണിറ്റിൻ്റെ മാത്രം ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റിംഗ് ഇൻ ദ സ്മോൾ. ഇതിങ്ങനെ ഇൻറ്റഗ്രേഷൻ ലെവലും അതുപോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്തതിനും മൊത്തം ഇൻറ്റഗ്രേറ്റ് ചെയ്തതിനു ശേഷം ടോട്ടൽ ഇൻറ്റഗ്രേഷന് ശേഷം ഫൈനൽ സിസ്റ്റം ടെസ്റ്റ് ചെയ്യുന്നതിനും അങ്ങനത്തെ മൊത്തത്തിൽ വരുന്നതാണ് ടെസ്റ്റിംഗ് ഇൻ ദ ലാർജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി ഞാനത് യൂണിറ്റ് ടെസ്റ്റ് നമ്മൾ നോട്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോ തന്നു, അത് നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ബോക്സ് ടെസ്റ്റിംഗ് പോവുകയാണ്. ഓക്കെ, ഇൻ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെസ്റ്റ് കേസസ് ആർ ഡിസൈൻ ഫ്രം ആൻ എക്സാമിനേഷൻ ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വാല്യൂസ് ഓൺലി ആൻഡ് നോ നോളേജ് ഓഫ് ഡിസൈൻ ഓർ കോഡ് ഈസ് റിക്വയർഡ്. നമുക്കുള്ളിലുള്ള കോഡ് എന്താണെന്നോ ഡിസൈൻ എന്താണെന്നോ സ്ട്രക്ചർ എന്താണെന്നോ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരു ധാരണയില്ല. പക്ഷേ ഇൻപുട്ടിൻ്റെയും ഒരു സാധനത്തിനകത്തോട്ട് ഒരു സിസ്റ്റത്തിൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് കിട്ടും. ആ ഒരു നോളജ് നമുക്കുണ്ട്. അത് മാത്രം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് കേസസ് ഡിസൈൻ ചെയ്യും. അപ്പോൾ ബ്ലാക്ക് ബോക്സിൻ്റെ ടെസ്റ്റ് കേസസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 അപ്രോച്ചസ് നമുക്കുണ്ട്. ഇക്വാലൻസ് ക്ലാസ് പാർട്ടീഷനിങ്ങും ഉണ്ട്, ബൗണ്ടറി വാല്യൂ അനാലിസിസും ഉണ്ട്. അതിൽ ഫസ്റ്റ് സാധനം ഇക്വാലൻറ്റ് ക്ലാസ് പാർട്ടീഷനിങ്. അപ്പോൾ ഇക്വലൻറ്റ് ക്ലാസ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻപുട്ട് ഡൊമൈൻ ഉണ്ടാവും. ഒരു ഇൻപുട്ട് കുറച്ച് കാര്യങ്ങൾ ഇൻപുട്ട് അതിന് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിന് 1 മുതൽ ഇൻറ്റിജർ വാല്യൂസ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സൊക്കെയാണ് അതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കാറ്. നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ ഏതെങ്കിലും ഒന്നിട്ട് ടെസ്റ്റ് ചെയ്താൽ പോരെ. അപ്പോൾ 1 മുതൽ 1000 വരെയാണ് അതിൻ്റെ ഒരു ഇൻപുട്ട് ഡൊമൈൻ. ഫസ്റ്റ് ഒരു സെറ്റ് ചെയ്ത് നമ്മൾ കണ്ടെത്തി ഇൻപുട്ട് കൊടുക്കുന്നത്. അതൊക്കെ ഇപ്പോൾ 1 കൊടുത്താൽ നമുക്ക് എഫക്റ്റും 999 കൊടുത്താൽ എഫക്റ്റ് ഒന്നും തന്നെയല്ലേ, ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ് രണ്ടും. 2 കൊടുത്താലും അതിനൊരു പർട്ടിക്കുലർ സെയിം ടൈപ്പ് ഓഫ് ഔട്ട്പുട്ടാണ് തരുന്നതെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സ്ക്വയർ കാണുകയാണ്. അപ്പോൾ അത് അതിനനുസരിച്ച് കാണുന്നുണ്ട്, വലിയ എററൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എല്ലാം ഇട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമുക്കൊരു ക്ലാസ് ഉണ്ടാക്കാം, ഒരു ഇക്വലൻറ്റ് ക്ലാസ് ഉണ്ടാക്കാം. ഒരു തുല്യതയാണ്. ആ ഇക്വലൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വലൻസ് എങ്ങനെ വരുന്നത്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്, ഒരേ ടൈപ്പ് സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സെറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അതിലത്തെ ഒരുപാട് ഇൻപുട്ടുകളുണ്ട്. ആ ഇൻപുട്ടിൽ എല്ലാ ഇൻപുട്ടും നമ്മളിപ്പോൾ 1, 2, 3, 15, 10 അങ്ങനെ എക്സെട്രാ 1000 വരെ ഉണ്ട് ഒരു സെറ്റ്. അതാണ് ഒരു ഇക്വലൻറ്റ് ക്ലാസ് വിചാരിച്ചോ. ആ ഇക്വലൻറ്റ് ക്ലാസ് നമ്മൾ ഓരോന്നെടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല. ഏതെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതൊക്കെ ടെസ്റ്റിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിലായോ, ഇക്വലൻറ്റ് ക്ലാസ് നമ്മൾ അങ്ങനെയാണ് ഒരേ ടൈപ്പ് ഇൻപുട്ടുകൾ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോഗ്രാമിൻ്റെ ബിഹേവിയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മൾ 2 കൊടുത്താൽ എന്താണോ നമ്മൾ ആ പ്രോഗ്രാം ബിഹേവ് ചെയ്യണത് അത് തന്നെ ആയിരിക്കും ചിലപ്പോൾ 200 കൊടുത്താലും വരുന്നത്. കാരണം ബോത്ത് ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, രണ്ടും ഇൻപുട്ടും സെയിം ആയതുകൊണ്ട്, സെയിം ഇൻ ദ സെൻസ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് അപ്പോൾ രണ്ടിനും ഒരേ അങ്ങനെ വരുന്നുണ്ട്. നമ്മളൊരു പ്രോഗ്രാം അങ്ങനെയാണ് നമ്മൾ ഈക്വലൻറ്റ് ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഓരോന്നും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ ഏതെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്താൽ അതിൻ്റെ ബിഹേവിയർ പ്രോഗ്രാം ബിഹേവിയർ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈക്വലൻറ്റ് ക്ലാസ്സസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ കണ്ടമാനടുത്ത് വെറുതെ അനാവശ്യമായി ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ടെസ്റ്റിംഗ് ചെയ്താലേ ഉള്ളൂ കുറച്ചും കൂടി അതിൻ്റെ ഒരു ഇങ്ങനെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഒരു ഇപ്പോൾ 1, 2, 3 തന്നെ ഞാൻ കുറേ ടൈപ്പ് ചെയ്തിട്ടില്ല. അതിന് പകരം എനിക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തു, എന്നിട്ടൊരു 5 ടെസ്റ്റ് ചെയ്തല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എനിക്ക് 1000 ടെസ്റ്റ് ചെയ്യണേക്കാൾ നല്ലത് എനിക്ക് എന്താ ടെസ്റ്റ് ചെയ്യാൻ നല്ലത്, ഇപ്പോൾ -5 അല്ലെങ്കിൽ -10 ടെസ്റ്റ് ചെയ്യാൻ നല്ലത്, ഒരു മൈനസ് വാല്യൂ ടെസ്റ്റ് ചെയ്യാൻ നല്ലത്. അപ്പോൾ അതിലെന്താ ബിഹേവിയർ നോക്കാമല്ലോ. അപ്പോൾ ഇക്വലൻറ്റ് ക്ലാസ് പറഞ്ഞാൽ ഒരേ ബിഹേവിയർ പ്രോഗ്രാം തരുന്ന ടൈപ്പ് ഇൻപുട്ടുകൾ കംപ്ലീറ്റ് ആണ് നമ്മൾ ഒരു ഇക്വലൻറ്റ് ക്ലാസ്സിൽ കൊടുക്കുന്നത്. ഓക്കെ, equivalent classes for a software can be designed by examining the input data and output data. ഒരു ഇൻപുട്ട് ഡാറ്റയും ഔട്ട്പുട്ട് ഡാറ്റയും വെച്ചിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ഈക്വലൻറ്റ് ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ വരുന്നതെന്നൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ദ ഫോളോയിങ് ആർ ദ സം ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ ഡിസൈനിങ് ദ ഇക്വലൻറ്റ് ക്ലാസ്. താഴെ പറയുന്നതാണ് ഇക്വലൻറ്റ് ക്ലാസ് ഡിസൈൻ ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ്. അതിൽ ഒന്നാമത്തെ എന്താണ്, if the input data values to a system can be specified by the range of values, then one valid and 2 valid equivalent classes should be defined. അതായത് നമ്മൾ ഇൻപുട്ട് ഡാറ്റ വാല്യൂസ് പറയുന്നത് ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ആണ് വിചാരിക്കും. ഒരു കുറേ വാല്യൂസിൻ്റെ ഒരു റേഞ്ചാണ്, ഒത്തിരി വാല്യൂ ആയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് റേഞ്ച് ഓഫ് വാല്യൂസ് ആണ് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ, 1 or 2 ഇക്വലൻറ്റ് ക്ലാസ്സസ് അതിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനോട് അനുബന്ധിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മളെ ഇഷ്ടമാണ്. അത് നമുക്ക് എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. രണ്ടാമത്തെ സാധനം, ഇഫ് ദ ഇൻപുട്ട് ഡാറ്റ അസ്യൂംസ്
വാല്യൂസ് ഫ്രം എ സെറ്റ് ഓഫ് ഡിസ്ക്രീറ്റ് മെമ്പേഴ്സ് ഓഫ് സം ഡൊമൈൻ. ഓരോ മെമ്പേഴ്സും കുറച്ച് വാല്യൂസ് എടുക്കുന്നുണ്ട് വിചാരിക്കും. Then one equivalent class for a valid input values and another equivalent class for valid input values should be defined. രണ്ട് ഡിസ്ക്രീറ്റ് ഡൊമൈൻ എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഒന്നിൽ ഒരു ഇൻപുട്ട് സെക്ഷൻ എന്ന് പറയുന്നത് ഫുള്ള് പോസിറ്റീവ് നമ്പേഴ്സാണ്, പിന്നെ ഒരു ഇൻപുട്ട് നെഗറ്റീവ്. അപ്പോൾ രണ്ട് ഇൻപുട്ട് ഇക്വലന്റ് ക്ലാസ്സസ് ഉണ്ടാക്കേണ്ടി വരും. ക്ലിയർ ആയോ? അപ്പോൾ അത് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ ഇക്വലന്റ് ക്ലാസ്സസ്, നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ വേറെ ഇക്വലന്റ് ക്ലാസ്സസ് ഒക്കെ ആയിട്ട് വേറെ ഡിസ്ക്രീറ്റ് ഡൊമൈനാണ് വരുന്നെങ്കിൽ ചെയ്യേണ്ടി വരും. ആദ്യത്തെ സംഭവം എന്താ, 1 മുതൽ 10,000 വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ 1 മുതൽ 5,000 വരെ ഒരു ഇക്വലന്റ് ക്ലാസ്, 5,000 തൊട്ടിട്ട് അല്ലെങ്കിൽ 5,001 തൊട്ടിട്ട് 10,000 വരെ വേറെ ഇക്വലന്റ് ക്ലാസ്. അതാണ് ഫസ്റ്റ് വൺ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഫോർ എ സോഫ്റ്റ്വെയർ ദാറ്റ് കമ്പ്യൂട്ട്സ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ഇൻപുട്ട് ഇൻറ്റിജർ വിച്ച് ക്യാൻ ബി അസ്യൂംഡ് ദ വാല്യൂസ് ഇൻ ദ റേഞ്ച് ഓഫ് 0 to 5,000. 0 മുതൽ 5,000 വരെയാണ് റേഞ്ചുള്ള വാല്യൂസിൻ്റെ എന്താ പറയുക സ്ക്വയർ റൂട്ട് കാണുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ സ്ക്വയർ റൂട്ടാണ് പ്രോഗ്രാം. ദർ ആർ 3 ഇക്വലന്റ് ക്ലാസ്സസ്. ഏതൊക്കെയാണ്? 3 ഇക്വലന്റ് ക്ലാസ്സസ് ഇവരുണ്ടാക്കുന്നുണ്ട്. എന്താ? നെഗറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ ഒരു ഇക്വലന്റ് ക്ലാസ്സസ് ഉണ്ട്. അതിനായിട്ട് ഇൻറ്റിജേഴ്സ് ഇൻപുട്ടിൽ വരാമല്ലോ, നെഗറ്റീവായിട്ടുള്ള വാല്യൂസ് വരുന്നത് ഒരു ക്ലാസ് ഉണ്ടാക്കി, നെഗറ്റീവ് വാല്യൂസ് മൊത്തം വരുന്നത്. പിന്നെ 0 മുതൽ 5,000 വരെ ഒരു സെറ്റാക്കി. മനസ്സിലായോ? 5,000-നേക്കാളും വലുതുള്ളത് വേറൊരു ഗ്രൂപ്പാക്കി, വേറൊരു ക്ലാസ്സാക്കി, ഇക്വലന്റ് ക്ലാസ്സാക്കി. അപ്പോൾ 3 ഇക്വലന്റ് ക്ലാസ് വന്നു. നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഒരു ഇക്വലന്റ് ക്ലാസ്, 0 മുതൽ 5,000 വരെയുള്ള ഒരു ഇക്വലന്റ് ക്ലാസ്, 5,000-ന് മുകളിലുള്ളത് വേറൊരു ഇക്വലന്റ് ക്ലാസ്. അപ്പോൾ 0 മുതൽ 5,000 വരെ കാണേണ്ടതിൻ്റെ ഇതാണല്ലോ. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ വന്നു. അപ്പോൾ ഇനി എന്താണ്? ഓക്കെ, എന്നിട്ട് നമ്മളിതെല്ലാം ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു സംഖ്യ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് എത്ര വേണമെങ്കിൽ വരാം, 0 മുതൽ 5,000 വരെ തന്നെ 5,000 നമ്പേഴ്സിന് 5,000-ന് എബോവിൽ എത്ര വേണമെങ്കിൽ വരാം. ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് എന്ത് തീരാനാ? അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? അതിന്ന് ഈ ഇക്വലന്റ് ക്ലാസ്സസ് ഉണ്ടാക്കിയല്ലോ, അതിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ഓരോ, ഞാൻ നേരത്തെ പറഞ്ഞു ഇക്വലന്റ് ക്ലാസ്സിലെല്ലാം സെറ്റ് ചെയ്യുന്ന ആവശ്യം, ഇക്വലന്റ് ക്ലാസ് ഏകദേശം ഒരേപോലത്തെ വരുന്ന ഇൻപുട്ടുകളാണ്. അതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്താൽ അതിനായിരിക്കും മറ്റ് ഇൻപുട്ട് വാല്യൂസിൻ്റെയും സ്വഭാവം, ആ പ്രോഗ്രാമിൻ്റെ സ്വഭാവം കാണിക്കുക, ആ ഇൻപുട്ടിൽ ആ സ്വഭാവം തന്നെ ആയിരിക്കും കാണിക്കുക. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇക്വലന്റ് ക്ലാസ്സിലുള്ള ഗ്രൂപ്പിലുള്ള എല്ലാ ഇൻപുട്ടുകളും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 3 ഇക്വലന്റ് ക്ലാസ്സസ് ഉണ്ടാക്കി. ഇക്വലന്റ് ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്തു? 3 സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാക്കി. ഒരു നെഗറ്റീവ് നമ്പർ എടുത്തു, ഫോർ എക്സാമ്പിൾ -5, 500, 6,000 അല്ലേ. 3 ഇക്വലന്റ് ക്ലാസ്സിൽ നിന്ന് 3 വാല്യൂസ് എടുത്തില്ലേ? നെഗറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ ഇക്വലന്റ് ക്ലാസ്സിൽ നിന്ന് -5 എടുത്തു. 1 മുതൽ 5,000 വരെയുള്ളതിന് 500 എടുത്തു. പിന്നെ 5,000-ൻ്റെ എബോവുള്ള ഇക്വലന്റ് ക്ലാസ് നമ്മൾ 6,000 എന്നുള്ള വാല്യൂ എടുത്തു. ഈ 3 വാല്യൂസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 റിസൾട്ട് ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. അപ്പോൾ 3 റിസൾട്ടിന് ഈ 3 ഇക്വലന്റ് ക്ലാസ്സിലും വരുന്ന സ്വഭാവം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും ഏകദേശം ആ ഒരു ടെസ്റ്റിംഗ്, വലിയൊരു ലാർജ് കേസ് ടെസ്റ്റിംഗ്, ഈ വെറും 3 വാല്യൂസ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ക്ലാസ്സുകളായിട്ട് ആ ഇൻപുട്ടുകളെ തരം തിരിച്ചിട്ട് ഒരേ സ്വഭാവം വരുന്ന ഇൻപുട്ടുകളെ ഒരു ക്ലാസ്സാക്കി തിരിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു ടൈം അച്ചീവ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനൊരു എന്താ പറയുക ബെനിഫിറ്റ് ഉണ്ടായി. മൊത്തത്തിൽ ചെയ്യണതിന് പകരം വലിയൊരു സെറ്റാണ് ശരിക്കും. അതിനെ പോസിബിൾ ടെസ്റ്റ് കേസസ് നമുക്ക് ഇങ്ങനത്തെ സെറ്റാക്കിയിട്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റി. ക്ലിയർ ആയല്ലോ? അല്ലെങ്കിൽ നമ്മൾ 1 മുതൽ 5,000 വരെ ടെസ്റ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അത്രയും ടെസ്റ്റ് ചെയ്യണം, എത്ര കാലം ടെസ്റ്റ് ചെയ്യണം. അതിന് ഒരു 3 വാല്യൂസ് എടുത്തു. ഈ 3 ഒരേ സ്വഭാവമുള്ള 3 ഗ്രൂപ്പുകളായി തിരിച്ച്, ആ ഒരേ സ്വഭാവമുള്ള 3 ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ ആ ഓരോ വാല്യൂസും ആ ഗ്രൂപ്പിൻ്റെ മൊത്തം സ്വഭാവത്തിനെ കാണിക്കും. അപ്പോൾ നമുക്ക് മൊത്തം ഗ്രൂപ്പിലുള്ള എല്ലാ വാല്യൂസും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ 3 ഗ്രൂപ്പിൽ നിന്ന് 3 എടുത്തുകൊണ്ട് നമുക്ക് 3 ഗ്രൂപ്പും ഫുള്ളി ടെസ്റ്റ് ചെയ്തൊരു എഫക്റ്റ് നമുക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബൗണ്ടറി വാല്യൂ അനാലിസിസ്. ഈ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള ഇൻപുട്ട് ഡിസൈൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് സെക്കൻഡ് ടൈപ്പ് വരുന്നത് ബൗണ്ടറി വാല്യൂ അനാലിസിസ്. ബൗണ്ടറി വാല്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് തന്നെ ഉണ്ട്, അതിർത്തിയിൽ വരുന്ന വാല്യൂസ് അല്ലേ. നമ്മൾ ഓരോ ഇക്വലന്റ് ക്ലാസ് എടുത്തിട്ടുമ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞതും 1 മുതൽ 5,000 വരെ ഉള്ളത് ഒരു ഇക്വലന്റ് ക്ലാസ്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബൗണ്ടറി വാല്യൂസ് ഉണ്ട്. എന്താ ബൗണ്ടറി വാല്യൂ വരുന്നത്? 5,000 അതിൻ്റെ അറ്റത്തിൽ വരുന്നൊരു നമ്പറാണ് അല്ലേ. അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ -1 ആണ് വരുന്നത്, 0 വരാം, ഒക്കെ ഒരു ബൗണ്ടറിയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇക്വലന്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. അതുപോലെ 5,001 വരാം. അത് 5,000 എബോ എന്ന് പറയുമ്പോൾ 5,001 അതിൻ്റെ ഒരു ബൗണ്ടറി വാല്യൂ ആണ്. അപ്പോൾ ഈ ബൗണ്ടറി വാല്യൂസിനെ ടെസ്റ്റ് ചെയ്യും നമ്മൾ. ആ ബൗണ്ടറി വാല്യൂസിന് ആ തുഞ്ചത്ത് കിടക്കുന്ന ആ ഒന്നെങ്കിൽ ആ സെറ്റ് എൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തുള്ള വാല്യൂസ് എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യും. എന്തിനാണ് അങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇഫ് എൽസ് നിങ്ങൾ വൈൽ ലൂപ്പിലൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോറിലൊക്കെ കണ്ടിട്ടില്ലേ, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100, n-1 അങ്ങനെയൊക്കെ ഓരോ നമ്മൾ കണ്ടീഷൻ സെറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോഗ്രാം എഴുതുന്ന ആളുകൾക്ക് മിക്കപ്പോഴും
ആ ബൗണ്ടറി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണതിൽ ഒരു തെറ്റ് പറ്റാം, സ്വാഭാവികമായിട്ടൊരു തെറ്റ് പറ്റാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് കോഡ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്യില്ല. നമ്മളപ്പോൾ ലെസ് ദാൻ ഓർ ഇപ്പോൾ I ഈക്വൽ ടു 0 ഇൻ്റെ I ഈക്വൽ ടു 0, I ലെസ് ദാൻ 100 എന്നുള്ള ഒരു കണ്ടീഷൻ. അപ്പോൾ 100 എന്നുള്ള വാല്യൂ അതിൽ എടുക്കുമോ? ഇല്ല. കാരണം I പ്ലസ് പ്ലസ്സാണ് ചെയ്യുന്നത് വിചാരിക്കും. അപ്പോൾ 0, 1, 2 I ലെസ് ദാൻ 100 എടുത്തുകൊണ്ട് 0 മുതൽ 99 വരെ നമ്മൾ കൗണ്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ഫോർ ലൂപ്പ് ഔട്ടാവും, അത് പുറത്തായി വരും, ടെർമിനേറ്റ് ചെയ്ത് വരും. മനസ്സിലായോ? പക്ഷേ നമുക്ക് 100 എന്നുള്ള വാല്യൂ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് മിസ്സായോ? അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 സെപ്പറേറ്റ് എടുത്തത് ബൗണ്ടറി വാല്യൂ ആണ്. അപ്പോൾ അത് സെപ്പറേറ്റ് എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ എറേഴ്സൊക്കെ വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ബൗണ്ടറി വാല്യൂസ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യും. അതാണ് ഈ സെക്കൻഡ് ടൈപ്പ് പറയുന്നത്. ഇത്രയാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഇൻപുട്ടുകൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൽ ഇൻപുട്ടുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ടിനെ അടിസ്ഥാനമാക്കി ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫംഗ്ഷൻ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻസിനെ അടിസ്ഥാനമായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. അതിനകത്തുള്ള കോഡിനെ കുറിച്ചോ ഡിസൈനിനെ കുറിച്ചോ സ്ട്രക്ചറിനെ കുറിച്ചോ ഒരു ധാരണ ഉണ്ടാവില്ല. അതാണ് ബ്ലാക്ക് ബോക്സ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് വൈറ്റ് ബോക്സ്. അത് നെക്സ്റ്റ് ക്ലാസ് പഠിക്കാം. താങ്ക് യു.